ഈ ആദിലയും നൂറയും എന്ത് രീതിയിലുള്ള ഗെയിമാണ് ഈ കളിക്കുന്നതെന്ന് സത്യമായിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇവര് അക്ബറിന്റെ കൂടെയും നിൽക്കും, ഷാനവാസിന്റെ കൂടെയും നിൽക്കും, അനുമോളുടെ കൂടെയും നിൽക്കും. ഇവരാകെ തള്ളി പറയാത്ത എനിക്കൊന്ന് അനീഷിനെ മാത്രമേ ഉള്ളൂ. അനീഷുമായിട്ടുള്ള വഴക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അവര് അനീഷുമായിട്ട് ഒത്തുതീർപ്പായി, പിന്നെ അനീഷുമായിട്ട് വഴക്കിട്ടിട്ടില്ല. ബാക്കിയുള്ള ഈ 3 പേരുമായിട്ട് അക്ബറിന്റെ കൂടെയും ഷാനവാസിന്റെ കൂടെയും അനുമോളുടെ കൂടെയും എല്ലാം ഇവര് മാറി മാറി നിൽക്കുന്നുണ്ട്. ഇന്ന് ശൈത്യയുടെ അടുത്ത് അതിൽ അത്രയും കാര്യങ്ങൾ പറഞ്ഞ ടിഷ്യൂ പേപ്പർ കേസും പിന്നെ സരിക ആ ഒരു ആര്യന്റെ ഞരമ്പ് കേസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടും അതില് ഭയങ്കരമായിട്ട് ദേഷ്യമാവുന്നുണ്ട് അതിലേക്ക് അനുമോളുടെ അടുത്ത്. ഞാൻ എന്താണല്ലോ അവളുടെ അടുത്ത് ചോദിക്കും, അക്ബർക്ക നോക്കൂ അക്ബർക്ക ഞാൻ ചോദിക്കാൻ പോവാണ്, ഇന്ന് രാത്രി ചോദിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ അക്ബർ പറയുന്നുണ്ടാവും കപ്പും കോപ്പും ഒന്നും വേണ്ട, ഞാൻ എന്തായാലും ചോദിക്കും, ഇവിടുന്ന് ഇനി നമ്മളെ പൊളിച്ചടിക്കിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അക്ബർ മാസം അടിക്കുന്നുണ്ട്. അതിലേയും ആ രീതിയിൽ തന്നെ നിൽക്കുകയായിരുന്നു, ചോദിച്ചിട്ടേ ഉള്ളൂ. നൂറേ അത് ആ രീതിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഷാനവാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി മാനിപ്പുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇനി ഇത്രയും ദിവസം കൂടി ഉള്ളു മക്കളെ നിങ്ങൾ നന്നായിട്ട് വാ മക്കളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇവര് പ്ലേറ്റ് തിരിച്ച് അനുമോളുമായിട്ട് കമ്പനി ആവുന്നു. അനുമോൾ എന്നിട്ട് പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പൊ നൂറ് ചോദിക്കുന്നുണ്ട് സോപ്പിംഗ് മതി എന്ന് പറയുന്നുണ്ട്. സോപ്പിംഗ് ഒന്നും അല്ല, ഷാമ്പു എന്ന് പറയുന്നുണ്ട്. ഓ പതഞ്ഞിട്ടില്ല എന്ന് നൂറ പറയുന്നുണ്ട്. ഓ അതൊക്കെ കുറച്ച് സമയം എടുക്കുമെന്ന് അനുമോള് പറയുന്നു. അങ്ങനെ ആ രീതിയിൽ ഇവര് ഒത്തുതീർപ്പാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ കേറിക്ക. മനസ്സിലായില്ലേ? ഇവര് കേർക്കയെ പറ്റിയൊന്നും അല്ല ഞാൻ പറയുന്നത്. ഈ ആദിലാനൂറ എന്ത് രീതിയിലുള്ള ഗെയിമാണ് ഈ കളിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ കാലത്തൊക്കെ പൂമ്പാറ്റകൾ എന്ന് പറഞ്ഞ ഒരുപാട് പോസിറ്റീവ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവര് പൂമ്പാറ്റകളാണ്, എല്ലാ സ്ഥലത്തും ഇവര് നിൽക്കുന്നുണ്ട്, എല്ലാവരുമായിട്ട് ഇവര് മിണ്ടുന്നുണ്ട്. ഇത് ആ ഒരു ഗെയിമാണ് ഇപ്പൊ നെഗറ്റീവായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ പൂമ്പാറ്റകളാവാൻ പ്രശ്നമായത്. സ്വന്തമായിട്ടൊരു ഗെയിമും നിലപാടും ഒക്കെ വേണം ബിഗ് ബോസിനകത്ത്. ടോപ്പ് 5 അല്ല ടോപ്പ് 7 ആണെന്ന് പറഞ്ഞ് ബിഗ് ബോസ് ജസ്റ്റ് ഒരു ആഹ്വാനം നടത്തിയപ്പോഴത്തേക്കും തന്നെ ഇവര് പ്ലേറ്റ് തിരിച്ചു. അനുമോളുമായിട്ട് വഴക്കിടുന്നില്ല എന്ന് വെച്ചു. കാരണം ഫിനാലെ വീക്കിൽ ഇനി എവിക്ഷൻ ഇല്ല എന്ന് ഓർത്ത് കാണും ചിലപ്പോ. അങ്ങനെയൊന്നും അല്ല, ട്വിസ്റ്റ് വരും. ഇവർ ഈ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിച്ചു കാണത്തില്ല ഈ 2 പേരും. ഇവരുടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരാണ്. ആദിലയ്ക്ക് നൂറയും നൂറയ്ക്ക് ആദിലയുമാണ് അവരുടെ എല്ലാം. അപ്പൊ ഇവർ ഒറ്റപ്പെടലിന്റെ വേദനയും ഒറ്റപ്പെട്ട് നിൽക്കുന്നതിന്റെ ആ ഒരു വിഷമവും കാര്യങ്ങളും ഒന്നും അറിയാതെയാണ് ഇവർ ഗെയിം കളിച്ച് വന്നത്. എപ്പോഴും മോറൽ സപ്പോർട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുണ്ടായിരുന്നു. ഡേ 1 മുതൽ ഇന്നേ വരെ ഉണ്ടായിരുന്നു. അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിച്ചിട്ടുമില്ല. അപ്പൊ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ട് ഈ സീസണില് ഗെയിം കളിച്ച് മുന്നേറിയ 2 കണ്ടസ്റ്റൻസ് തന്നെയാണ് ആദിലയും നൂറയും. ഈ സീസൺ ടോപ്പ് 7 ആക്കാൻ കാരണം തന്നെ ഇവരാണെന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള സമയത്താണ് ഇവർ ഈ രീതിയിലുള്ള ഈ പ്ലേറ്റ് തിരിച്ചുള്ള കളി ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുന്നത്. എനിക്കിപ്പോ ട്രാക്ക് തെറ്റി. ആദ്യമൊക്കെ ഞാൻ നോക്കുമായിരുന്നു, ഇപ്പൊ അനുമോളുടെ പക്ഷത്തായി. ഓക്കെ, ഈ എപ്പിസോഡിൽ അനുമോളുടെ പക്ഷത്ത്. ഇന്നത്തെ ദിവസം ഞാൻ ഡേറ്റ് ഒക്കെ നോക്കി വെക്കായിരുന്നു. ഇന്ന് ഓക്കെ അനുമോളുടെ പക്ഷത്ത്. അടുത്ത ദിവസം നോക്കുമ്പോൾ ആണ്ടേ ഷാനവാസിന്റെ പക്ഷത്ത്. പിന്നെ അടുത്ത ദിവസം നോക്കുമ്പോൾ അക്ബറിന്റെ കൂടെ ഇരിക്കുന്നു. ഷാനവാസിനെയും അനുമോളെയും ദുഷിച്ചുകൊണ്ട് അക്ബറിന്റെ കൂടെ ഇരിക്കുകയാണ്. പിന്നെ അടുത്ത ദിവസം നോക്കുമ്പോൾ അക്ബറിന്റെ കൂടെ ഇരുന്നിട്ട് ഷാനവാസിനെ അനുമോളെ ദുഷിക്കുകയാണ്. പിന്നെ നോക്കുമ്പോൾ അനുമോളുടെ കൂടെ ഇരുന്ന് ഷാനവാസിനെ ദുഷിക്കുന്നു. ഇതിപ്പോ വൻ കോമഡിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആദിലയും നൂറയും. ഇവരുടെ നിലപാട് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ മാറിയും മറിഞ്ഞും ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു നിലപാടില്ല. പെട്ടെന്ന് മാനിപ്പുലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ആദില പ്രത്യേകിച്ചും.